ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ച് ഡബിൾ റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ബോർഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലൈനൊക്കെ വരച്ചിട്ട് ആദ്യം റണ്ണിങ് ചെയ്തിട്ടാണ് നമ്മൾ ഡബിൾ റണ്ണിങ് ചെയ്യണം കേട്ടോ. ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഇഴ നൂലെടുത്തിട്ടുണ്ട്. ഒരറ്റം മാത്രം കെട്ടിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ബോർഡിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് സൂചി കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ റണ്ണിങ് സ്റ്റിച്ചായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. സ്റ്റിച്ചുകൾക്കെല്ലാം ഒരേ വലിപ്പം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്റ്റിച്ചിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പുകൾക്കും ആ സ്റ്റിച്ചിൻ്റെ അതേ വലിപ്പം തന്നെ കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വലിയ സ്റ്റിച്ചാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വലുതെടുക്കുക, ചെറുതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറുതെടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഡബിൾ റണ്ണിങ് ചെയ്യുന്നത് 2 കളർ നൂല് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മറ്റൊരു കളർ എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ റോസ് കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എടുത്താണ് കേട്ടോ. അതേ സെയിം ആയിട്ട് 3 ഇഴ നൂല് തന്നെ. ഇനി അതിനകത്ത് നമ്മൾ ആ ഗ്യാപ്പുകൾക്ക് ആണ് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ, ഗ്യാപ്പുകളുടെ ഉള്ളിലൂടെ. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്ത റണ്ണിങ് സ്റ്റിച്ചില്ലേ, അതിൻ്റെ രണ്ടാമത്തെ പോയിന്റില്ലേ സൂചി താഴേക്ക് ഇറക്കിയത്, അതിൽ കൂടി നമ്മൾ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തിട്ട് രണ്ടാമത്തെ പോയിന്റില്ലേ സൂചി മുകളിലേക്ക് ഉയർത്തിയെടുത്തത് ആദ്യത്തെ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സൂചി ഇറക്കുകയാണ് ചെയ്യണം കേട്ടോ. അതായത് ഓരോ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടി കറക്റ്റായിട്ട് നമ്മൾ ഇറക്കി കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ആവുള്ളൂ. ഇപ്പോൾ ദേ ഫുള്ളായിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് കെട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മോട്ടീഫിനകത്ത് പടമൊക്കെ വരച്ച് റിങ്ങിനകത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ റണ്ണിങ് സ്റ്റിച്ചായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം ഉള്ളിൽ ഡബിൾ റണ്ണിങ് കൊടുക്കുന്നത്. ആദ്യത്തെ ഡബിൾ റണ്ണിങ് അല്ല, ആദ്യം റണ്ണിങ് ഒറ്റയ്ക്ക് ചെയ്യുക ഒരെണ്ണമായിട്ട്. അതിന് ശേഷമാണ് ഡബിൾ റണ്ണിങ് ചെയ്യുന്നത്. രണ്ടും സെയിം ടൈമിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആദ്യം ഒരെണ്ണം ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം മെറൂൺ കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. എന്നിട്ട് ഞാനത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഇഷ്ടമായില്ല. അപ്പം ഞാൻ ബ്ലൂ കളർ നൂലെടുത്തിട്ടാണ് തുമ്പിയുടെ ബോഡി പാർട്സൊക്കെ ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം ഞാൻ തല വെച്ചിട്ട് ബാക്കിയൊക്കെ ചെയ്ത് തുടങ്ങിയൊക്കെയാണ്. നമുക്ക് തുമ്പിയുടെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അതെല്ലാവരും ബ്ലൂ കളർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. നമ്മുടെ ഡിസൈൻ എങ്ങനത്തെയാണോ അതനുസരിച്ച് നമുക്ക് നൂലുകൾ എടുക്കാം. അതുപോലെ സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ചെറിയ സ്റ്റിച്ചാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. ഇപ്പോൾ ദേ ഞാൻ ഫുള്ളായിട്ട് തുമ്പിയുടെ ബോഡി പാർട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെറൂൺ കളർ ത്രെഡ് വെച്ചിട്ട് ചിറകിൻ്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ചിറകിൻ്റെ ഔട്ട്ലൈൻ പോലെ ഭാഗങ്ങളൊക്കെ മെറൂൺ കളർ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. ഇനി അതിൻ്റെ ഇടയിൽ ഓരോരോ വരകളായിട്ട് വരുന്നുണ്ട്, അതും മെറൂൺ തന്നെയാണ് ചെയ്യണത് കേട്ടോ. ഇനി നമുക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ട് മെറൂൺ കളറിൻ്റെ കാണാം. അപ്പോൾ അതേ ഞാൻ ഫുള്ള് മെറൂൺ കളർ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ റൗണ്ടിൻ്റെ പകുതിയായിട്ടുള്ള ഷേപ്പുകളില്ലേ, അതുപോലെ ഉള്ളത് നമുക്ക് റെഡ് കളറിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദേ റെഡ് കളറിൽ മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ച് മൊത്തം കംപ്ലീറ്റ് ആയി. ഇനി ഡബിൾ റണ്ണിങ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത്തെ മിക്സ് ആയിട്ടുള്ള കളർ എടുക്കേണ്ട. ആദ്യം ചെയ്തത് ബ്ലൂ കളറിലല്ലായിരുന്നു. അപ്പോൾ ബ്ലൂ കളറിന് പകരം അതിൻ്റെ ഇടയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പല പല കളർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭംഗി ഉണ്ടാവും കേട്ടോ. ഒരു സ്റ്റിച്ചിനകത്ത് 2 കളർ യൂസ് ചെയ്യാം കേട്ടോ ഡബിൾ റണ്ണിങ്ങിനകത്ത്. അപ്പോൾ ഈ ഡബിൾ റണ്ണിങ് സ്റ്റിച്ചിനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ചെയ്ത കളർ ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഒറ്റ കളർ വെച്ച് ചെയ്ത ആ ഭാഗത്തിന് മൊത്തം ഗ്യാപ്പിന് മാത്രം വേറെ കളർ കൊടുക്കാം കേട്ടോ. വേറെ കളർ ചെയ്തതിന് അതിൻ്റെ ഗ്യാപ്പ് വരുമ്പോൾ അതിനും വേറെ കളർ കൊടുക്കാം. അങ്ങനെ ഓരോരോ കളർ മാറ്റി മാറ്റി കൊടുക്കാം, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡബിൾ റണ്ണിങ് സ്റ്റിച്ചിന് വേറെ പേരുകളുണ്ട്. ഹോൾബിയൻ സ്റ്റിച്ച് ഉണ്ട്, സ്പാനിഷ് സ്റ്റിച്ച് ഉണ്ട്, 2 ലൈൻ സ്റ്റിച്ച്, ഡബിൾ സൈഡ് സ്റ്റിച്ച് എന്നൊക്കെ ഇതിന് പറയും കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും ആവാം നമ്മൾ കേൾക്കണത്. പക്ഷെ എനിക്കിഷ്ടമായത് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയാൻ തന്നെയാണ് കേട്ടോ. കാരണം അതുപോലെ തന്നെയുള്ള ഇരിക്കുന്നത്. അപ്പോൾ അതാണ് സിമ്പിളും. നമുക്ക് എല്ലാവരും ചെയ്തെടുത്തിട്ട് ഇനി കാണാം കേട്ടോ. ആദ്യം ഞാൻ തുമ്പിയുടെ ബോഡി പാർട്സിന് വേണ്ടിയിട്ട് ബ്ലൂവിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിനകത്ത് ഓറഞ്ച് കളർ ത്രെഡാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കണേ കേട്ടോ. നമുക്ക് ഓരോരോ ബോഡി പാർട്സ് കഴിഞ്ഞിട്ട് ബാക്കി ചിറകിൻ്റെ ഭാഗത്തും അതിന് മാച്ചായിട്ടുള്ള കളറൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇനി നമുക്ക് ബോഡി പാർട്സ് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. ഫുള്ള് ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെറൂൺ കളർ ത്രെഡ് എടുത്തില്ലേ, അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പിനകത്ത് വരാൻ വേണ്ടിയിട്ട് റോസ് കളർ ത്രെഡിനകത്താണ് ഞാൻ ചെയ്യണേ കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുത്തിട്ട് കാണാം.
അതുപോലെ തന്നെ റെഡ് ഉണ്ടായില്ലേ, റെഡിനെ ഉള്ളിൽ വരുന്ന ഗ്യാപ്പിനകത്ത് സ്കൈ ബ്ലൂ ആണ് വെക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് ഒരേ വലിപ്പത്തിലുള്ള സ്റ്റിച്ചാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിനുള്ളിലത്തെ ഗ്യാപ്പും ഒരേ വലിപ്പമായിരുന്നെങ്കിൽ, ആ സ്റ്റിച്ചിനനുസരിച്ചുള്ള അതേ വലിപ്പമായിരുന്നെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമാണ് ഇതിന് ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ട് ഇനി അടുത്ത് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ സ്റ്റിച്ചൊക്കെ നമുക്ക് ഓരോരോ ഡ്രസ്സിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്ന് നമുക്ക് ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്യുന്നതും കാണാം ഇനി ഓരോ വീഡിയോകൾ വരുമ്പോൾ. നമുക്ക് കറക്റ്റ് എല്ലാനും കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇതേ ബാക്ക് സൈഡ് നോക്കി ഇതിൻ്റെ ഡബിൾ റണ്ണിങ് പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കെട്ട് മാത്രം ഉണ്ടാവുള്ളൂ, ഫ്രണ്ടിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച്. എല്ലാവർക്കും താങ്ക് യു.